इतने गुस्से में हैं लोग इस बार लिखवा लो मेरे से 4 तारीख को बीजेपी की सरकार नहीं बन रही, मोदी की सरकार नहीं बन रही 4 तारीख को। നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ആം ആദ്മിയെ വേട്ടയാടുകയാണോ? അരവിന്ദ് കെജ്രിവാളിന്റെ മോചനത്തോടെ കിട്ടിയ മുൻതൂക്കം പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു. സ്വാതി മാലിവാൾ എന്ന സ്വന്തം വനിതാ MP ആപ്പിനെ പ്രതിരോധത്തിലാക്കിയോ? ദില്ലി അടക്കമുള്ള ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കിട്ടിയ ആയുധമായോ വിഭവ് കുമാറിന്റെ അറസ്റ്റ്? അരവിന്ദ് കെജ്രിവാളിന്റെ വലം കൈയായ വിഭവ് കുമാറിന്റെ അറസ്റ്റ് എങ്ങനെയാണ് BJP ഉപയോഗിക്കുന്നത്? പ്രൈം ഡിബേറ്റ് ചോദിക്കുന്നു, ആപ്പിലായോ ആം ആദ്മി? കോൺഗ്രസ് വക്താവ് ശ്രീ VR അനൂപ് ആലപ്പുഴയിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ നവീൻ ജി നാദാമണി AAPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം S സുരേഷ് BJP നേതാവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ നവീൻ ജി, എന്തിനായിരുന്നു ഇന്ന് BJP ആസ്ഥാനത്തേക്കുള്ള AAPയുടെ മാർച്ച്? BJP ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് കരുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കള്ളക്കേസുകൾ ഉണ്ടാക്കി അതിൻ്റെ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ കൊണ്ടുവരികയും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിലറയിൽ ആക്കുകയും ചെയ്തു. കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവസരം നൽകിയത് തന്നെ. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി നേതാക്കളെയും ഒഴിവാക്കി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും BJP നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തന്നെ പുതിയ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം BJP ആകെ അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗൂഢാലോചനകളുമായിട്ട് BJP. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്, എന്തിനായിരുന്നു ഇന്നത്തെ മാർച്ച്? ഇന്നത്തെ മാർച്ച് കൃത്യമായിട്ട് ആ ബോധ്യം ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ ഒരു സംശയത്തിന്റെ നേരിലേക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിൽ കൃത്യമായിട്ട് BJP നിങ്ങളുടെ ഒരു രാജ്യസഭാ MPയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ PA കൈയേറ്റം ചെയ്യുന്നു, അതിൽ കേസ് എടുക്കുന്നു, അയാൾ അറസ്റ്റിലാകുന്നു. അതിനെതിരെ ആയിരുന്നോ മാർച്ച്? ആ കേസ് എടുക്കുന്നു, അയാളെ അറസ്റ്റിലാകുന്നു എന്നുള്ളതല്ല മാർച്ചിന്റെ പ്രധാന കാരണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി ചില കഥകൾ മെനഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെയും ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയും സഹായികളെയും മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലായിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഇലക്ഷനിൽ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ. വിഭവ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ സ്വാതി മലിവാൾ കൊടുത്തൊരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ആ കംപ്ലൈന്റ് പോലും കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാതി മലിവാൾ നൽകിയ പരാതി അത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്വാതി മലിവാൾ നൽകിയ പരാതി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു കണ്ടംനബിൾ ഇൻസിഡന്റ് ഉണ്ടായി എന്ന് ആദ്യം പറഞ്ഞത് സഞ്ജയ് സിംഗ് ആണ്, AAP നേതാവാണ്. ആദ്യം സ്വാതി മാലിവാളിനൊപ്പം നിന്നത് ആം ആദ്മിയാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? തീർച്ചയായും മനസ്സിലാവുന്നില്ല. അത് കൃത്യമായിട്ടുണ്ട്. സ്വാതി മലിവാൾ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുകയും പോലീസിൽ അങ്ങനെ പരാതി കൊടുക്കാനായിട്ട് പോയി പോലീസിൽ വിളിക്കുകയും ചെയ്തു എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തെ പറ്റി കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ MP ആയിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഉന്നയിച്ച ആരോപണത്തെ പറ്റി കൃത്യമായി അന്വേഷിക്കാനായിട്ട് സഞ്ജയ് സിംഗും വന്ദന സിംഗും സ്വാതി മലിവാളിന്റെ വീട്ടിലെത്തുകയും സ്വാതി മലിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ പ്രതികരിക്കുക എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാതി മലിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്നും സഞ്ജയ് സിംഗ് മാധ്യമങ്ങൾ ഇതിനുവേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടാണ് സഞ്ജയ് സിംഗ് മാധ്യമങ്ങളോട് പറയുന്നത്. കൃത്യമായിട്ട് അതിനെതിരെ നടപടിയെടുക്കും. പിന്നീടാണ് ആം ആദ്മി പാർട്ടി വസ്തുതകൾ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, വൈഭവ് കുമാറുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, അവിടുത്തെ ബാക്കി സെക്യൂരിറ്റി ഗാർഡ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്നുള്ള ആം ആദ്മി പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായെന്ന നിഗമനത്തിലോട്ട് ആം ആദ്മി പാർട്ടി എത്തുന്നത്. ആം ആദ്മി പാർട്ടി എത്തുക മാത്രമല്ല, ആ കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള വിവരം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അതിഷി മെർലീന കൃത്യമായിട്ട് മാധ്യമങ്ങളോട് ആ വസ്തുതകൾ വിവരിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മറ്റ് വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഹാളിൽ ഇരുന്നു കൊണ്ട് ഒരു സോഫയിൽ കാലും കയറ്റി ഇരുന്നു കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് തർക്കിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോ നമ്മൾ കണ്ടാണ്. ആക്രോശിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോ സ്വാതി മലിവാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങൾ 50 സെക്കൻഡാണ്, അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റ് ചെയ്ത ആം ആദ്മിയാണ് എന്നുള്ള കൃത്യമായ മറുപടി ഇന്നവർ പറയുന്നുണ്ട്. സ്വാതി മലിവാൾ ചെറിയ ആളല്ല. അദ്ദേഹം നമുക്കറിയാം, മൈൻഡ്സ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു,
രാജ്യസഭാ MP ആയി ആദ്യത്തെ രാജ്യസഭാ MP എന്ന തരത്തിൽ വനിതാ MP എന്ന തരത്തിൽ AAP അവതരിപ്പിച്ച ആളാണ്. അന്ന് ഈ നിർഭയ കേസിലൊക്കെ അവരെടുത്ത നിലപാടുകളൊക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ദില്ലിക്കാർക്കെങ്കിലും? തീർച്ചയായിട്ടും സ്വാതി മലിവാൾ എടുത്ത നിലപാടുകളോ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിന്ന് നടത്തിയ പ്രവൃത്തികളോ ഒന്നും ആം ആദ്മി പാർട്ടി വില കുറച്ച് കാണുന്നില്ല. അതുമാത്രമല്ല, അതിനനുസരിച്ചുള്ള സ്വാതി മലിവാളിന്റെ പൊസിഷനുകളും കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിൽ സ്വാതി മലിവാളിന് പ്രവർത്തിക്കാൻ സാധിക്കും, ആ മേഖലകളെല്ലാം അവസരങ്ങൾ കൊടുക്കുന്നതിലും ആം ആദ്മി പാർട്ടി ഒരിക്കലും വിമുഖത കാണിച്ചിട്ടുമില്ല. കൃത്യമായ അവസരങ്ങൾ സ്വാതി മലിവാളിന് കൊടുക്കുകയുണ്ട്. പക്ഷേ ഒരു നിമിഷത്തിൽ സ്വാതി മലിവാൾ എന്തിനാണോ വഴിപ്പെട്ടതെന്ന് ഇനി വരും ദിവസങ്ങളിലാണ് ആ കഥകൾ നമുക്ക് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഏത് അവസരത്തിലാണ് സ്വാതി മലിവാൾ BJPയുടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മാറി എന്നുള്ളതിനെ പറ്റിയൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത നമുക്ക് മുൻപോട്ട് വരും. മോഹൻ വർഗീസ്, അങ്ങനെയാണോ? അതായത് സ്വാതി മലിവാൾ എന്ന് പറയുന്നത് AAP മുന്നോട്ട് വെച്ചൊരു മുഖമാണ്, വനിതാ മുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർഭയ കേസുമായൊക്കെ ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നതിൽ നമുക്കറിയാം. അത് ആപ്പൊക്കെ അധികാരത്തിൽ വരാൻ കാരണമായ ഒരു കേസ് കൂടിയാണ് നിർഭയ. ഇന്നവർ പറഞ്ഞത് അന്ന് നിങ്ങൾ നിർഭയയ്ക്ക് വേണ്ടി സമരം ചെയ്തു. സ്വാതി മലിവാൾ പറയുകയാണ്, നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി മുന്നിൽ നിന്നു, ഇന്ന് എനിക്കെതിരെയാണ് നിങ്ങളുടെ നീക്കം. എന്താണ് ഉദ്ദേശിക്കുന്ന ചോദ്യം വളരെ കൃത്യമായി തന്നെ ആം ആദ്മിയോട് ചോദിക്കുകയാണ് സ്വാതി മലിവാൾ. ശ്രീ രഞ്ജിത്ത്, ഹൂ വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നൊരു ചോദ്യമുണ്ട് ഇംഗ്ലീഷിൽ. ആരാദ്യം കണ്ണടയ്ക്കും? ഇവിടെ ആദ്യം കണ്ണടയ്ക്കാൻ വിധിക്കപ്പെട്ടത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. കാരണം ഈ വിഷയം വെളിയിൽ വരുമ്പോൾ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യ 2 ദിവസം പുറം ലോകം പറഞ്ഞില്ല. അത് വെളിയിൽ വന്ന ഉടൻ തന്നെ വൈഭവ് കുമാർ, ആം ആദ്മി പാർട്ടിയുടെ ഏക വനിതാ MP ആയ രാജ്യസഭാ MP ആയ സ്വാതി മലിവാളിനെ കയ്യേറ്റം ചെയ്തു, മർദ്ദിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുമ്പോൾ, ആദ്യമായി പുറം ലോകത്ത് വരുമ്പോൾ വൈഭവ് കുമാറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു നിലപാടാണ് ആപ്പെടുത്തത്. പക്ഷേ അതിൽ നിന്നും 24 മണിക്കൂറിനുള്ളിൽ ആം ആദ്മി പാർട്ടിക്ക് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ബ്ലിങ്ക് ചെയ്തത് ആദ്യം ശ്രീ കെജ്രിവാൾ തന്നെയാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി തന്നെയാണ്. പക്ഷേ സർവ്വ ഊർജവും പുറത്തെടുത്തുകൊണ്ട് അതിൽ നിന്നും കരകയറാനാണ് ഈ നാടകങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും ഈ സ്റ്റേജ് ഷോകൾക്കും എല്ലാം പ്രസിദ്ധനായ ആളാണല്ലോ ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് സ്വതസിദ്ധമായ രീതിയിൽ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട്, അങ്ങനെയല്ല ഇതിനൊരു മറുവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈഭവ് കുമാറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലായി എങ്കിൽ പോലും ഇത് BJPയുടെ ഒരു പ്ലോട്ടാണ് എന്ന നിലയിൽ അത് കൊണ്ടുവന്നു. അത് BJPയുടെ പ്ലോട്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നേരത്തെ തന്നെ സഹ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, സ്വാതി മലിവാളിനെ പ്രേരിപ്പിച്ച ഘടകം എന്നത് ഇന്നും അജ്ഞാതമാണ്. ഓർക്കുക, 20 വർഷമായി അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാരോടൊപ്പം ചേരുന്നതിനും മുൻപ് തന്നെ ഒരു 20 വർഷമായി 2012 മുതലാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ തലപ്പത്തേക്ക് നമ്മൾ പേര് കേട്ടു തുടങ്ങിയത്. അതിന് മുൻപ് അരവിന്ദ് കെജ്രിവാൾ ഒരു സ്വതന്ത്ര സംഘടന ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് സ്വാതി മലിവാൾ. അതുമാത്രമല്ല, ഒരു പരിധിവരെ മനീഷ് സിസോദിയയുടെ സഹചാരി കൂടിയായിരുന്നു സ്വാതി മലിവാൾ. അപ്പം അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ തുടക്കകാലം മുതൽ അതുക്ക് മുമ്പ് കെജ്രിവാളുമായി ബന്ധമുണ്ടായിരുന്ന സ്വാതി മലിവാൾ ഒരു ചെറിയ മീനല്ല. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി എന്തുകൊണ്ടാണ് ഈ നിർണായക സമയത്ത്, വേണമെങ്കിൽ പറയാം, ഭംഗ്യാന്തരാണ് പറയാം, കഴിഞ്ഞ 3 മാസമായി സഹോദരിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വാതി മലിവാൾ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനുശേഷമുള്ള മോചന സമയത്ത് ഒന്നും തന്നെ വേണ്ട രീതിയിൽ ഫലപ്രദമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വരാനോ ജനങ്ങളിലേക്ക് ഇറങ്ങാനോ ഒന്നും സാധിച്ചില്ല. അതിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഉണ്ടായ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായി എന്ന് പറയുന്ന നീരസം തീർക്കാനായി കേജ്രിവാളുമായി സംസാരിച്ച് എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കാനായി വന്നപ്പോഴാണ് ആകസ്മികമായി സംഭവിച്ചതാണ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിവരണം. അതാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. തീർച്ചയായും ഇങ്ങനെ ഒരു ആളിന് ഈ കോർപ്പറേറ്റ്, ശ്രീ രഞ്ജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആം ആദ്മി പാർട്ടിയുടെ കോർപ്പറേറ്റേഴ്സുമായിട്ട് സംസാരിക്കുന്ന, അല്ലെ കൗൺസിലേഴ്സുമായി അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്ന സമയത്ത് ഒരു MP ആണ് കടന്നു വരുന്നത്. പ്രോട്ടോക്കോളിലൊക്കെ MP എത്ര മുകളിലാണ്. അപ്പോൾ MP കടന്നു വന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ PAയോട് സംസാരിച്ചു വേണോ? അതൊക്കെ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിനൊരു നടത്തിപ്പ് വശം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലോട്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു സംഭവം അവർ ആസൂത്രണം ചെയ്താണെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കാൻ ആം ആദ്മിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. BJP ഇങ്ങനെ ആസൂത്രണം നടത്തി എന്ന ആരോപണം വൈകി ഉയരുന്നു. കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ സഞ്ജയ് സിംഗ് അടക്കമുള്ളവരാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ മുന്നോട്ട് വരുന്നു, സ്വാതി മലിവാളിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഒരു പുറകോട്ടൊരു യൂട്ടേൺ ആണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം തുടർച്ചയായി നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം ആം ആദ്മിക്കുണ്ടായ ഒരു എഡ്ജുണ്ട്, ദില്ലിയിലടക്കം അയാളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് വലുതായി തന്നെ. പക്ഷെ അത് പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു പശ്ചാത്തലമല്ലേ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധം എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ ഇവർ തന്നെ. ഇപ്പം ശ്രീ രഞ്ജിത്ത് നോക്കൂ,
ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമമായിക്കൊള്ളട്ടെ, കായികമായ അതിക്രമമായിക്കൊള്ളട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എപ്പോഴും അതത് പാർട്ടികളെ പ്രതിരോധത്തിലാക്കുന്നു. മണിപ്പൂർ വിഷയം BJPയെ പ്രതിരോധത്തിലാക്കിയതുപോലെ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ജനതാദൾ സെക്യുലറിനെയും BJPയെ ഒരുപോലെ കർണാടകത്തിൽ പ്രതിരോധത്തിലാക്കിയതുപോലെ ഹത്ര സംഭവങ്ങളും അതുപോലെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ BJP ഗവൺമെന്റിന് പ്രതിരോധം സൃഷ്ടിച്ചതുപോലെ തന്നെ അതുപോലെ ആം ആദ്മി പാർട്ടിക്ക് പ്രതിരോധമുണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു വിഷയം തന്നെയാണിത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ മുഴുവൻ നോക്കൂ, 6-7 ഘട്ടങ്ങളിൽ ഡൽഹിയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ആപ്പ് വേഴ്സസ് BJP എന്നൊരു നറേറ്റീവാണ്. കോൺഗ്രസിന്റെ പ്രധാന സീറ്റുകളെല്ലാം അതോടെ കഴിയും, പഞ്ചാബ് മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം അവിടെ ആം ആദ്മി പാർട്ടിയെ പരമാവധി ഒരു പ്രതിരോധത്തിലാക്കുക, അതിന് ഏതു മാർഗവും ഉപയോഗിക്കുക എന്നത് സ്വാഭാവികമായി BJPയുടെ ഭാഗത്തുള്ള ഒരു അജണ്ട ആകണമെന്ന തെളിവ് ഇപ്പോൾ തെളിവില്ലാതെയാണ് പറയുന്നത് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നാടകീയമായി സംഭവിക്കണമെങ്കിൽ പാളയത്തിൽ തന്നെ പടയുണ്ട്. ഒരു MP തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ വനിതാ MP തിരിഞ്ഞിരിക്കുന്നു. ആ വനിതാ MP സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന വലിയ ഒരു ആൾ തന്നെയാണ് സ്വാതി മലിവാൾ. നോക്കൂ, മണിപ്പൂർ വിഷയത്തിൽ എടുത്ത കഠിനമായ നിലപാടുകൾ, അതുപോലെ പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ വിദേശത്തിരുന്നുകൊണ്ട് എടുത്ത നിലപാടുകൾ, ഇതൊക്കെ കോരിത്തെരിപ്പിക്കുന്ന നിലപാടുകളാണ്. അങ്ങനെ നിലപാടുകൾ എടുത്ത ഒരു ധീര വനിതയെ സ്വന്തം മുഖ്യമന്ത്രിയുടെ PA കായികമായി കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഡൽഹിയിലെ സാമാന്യ ജനം ഇളകി പറയാൻ പര്യാപ്തമായ ഒരു വിഷയമാണ്. ആവശ്യമായ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെയുള്ളത് നമുക്കറിയാം. വിഭവ് കുമാർ എന്ന് പറഞ്ഞ കെജ്രിവാളിന്റെ വലം കൈയാണ്. കെജ്രിവാൾ നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും അടുപ്പമുള്ള ഒരാൾ. ഇവിടെ ഈ തുടർച്ചയായുള്ള സമരങ്ങൾ കെജ്രിവാളിന്റെ ജയിൽ വാസവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴൊന്നും ഈ പറയുന്ന സ്വാതി മലിവാൾ എങ്ങുമില്ല, ഒരു നേതൃത്വ തലത്തിലുമില്ല. പലതരത്തിൽ അവരെ ഒഴിച്ചുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മാറി എന്ന കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനമാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഇതിലുള്ള പ്രശ്നങ്ങളായേക്കാം. അരവിന്ദ് കെജ്രിവാളിന് അവരുടെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായേക്കാം. അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു, അത് സമ്മതിക്കുന്നില്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് ഈ തലത്തിലേക്ക് എത്തുന്നു. ഒരു കാർമേഘം ഉരുണ്ടുകൂടി വരുന്നത് തിരിച്ചറിയാൻ ആപ്പിൻ്റെ ഉന്നത നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനം. ഇവിടെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് വരുന്ന ഏത് ചെറിയ വിഷയവും ഒരു തീപ്പൊരിയായി വന്നാൽ അത് വളരെ വലുതായി ആളിക്കെത്താൻ പര്യാപ്തമാണ് എന്നത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വൈഭവം അരവിന്ദ് കെജ്രിവാളിന് ഇല്ലാതെ പോയി. അല്ല എങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു. സ്വാതി മലിവാൾ പരമാവധി പ്രൊവോക്ക് ചെയ്യാനായി തന്നെ വന്നു എന്ന് തന്നെ കരുതുക. അവിടെ ഒരു പ്രൊവക്കേഷന് വിധേയനായി ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇനി അങ്ങനല്ല, എല്ലാ ദൃശ്യങ്ങളും വെളിയിൽ വരികയാണ്. ആപ്പിന് സക്സസ്ഫുള്ളായി ആ ഫുൾ വീഡിയോ ഹാജരാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, എഡിറ്റഡ് വേർഷൻ അല്ല, അത് ഹാജരാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇത് മുഴുവൻ ഒരു നാടകമായിരുന്നു. സ്വാതി മലിവാളിന്റെ ഭാഗത്തു നിന്ന് നടന്ന ഒരു വലിയ പറാട്ട നാടകം തന്നെയായിരുന്നു അത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ BJPയുടെ മുഖം നഷ്ടപ്പെടും. ഒരുപക്ഷെ BJPയും സ്വാതി മലിവാളും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ പുറത്തു വരും. അങ്ങനെയൊക്കെ വരാൻ ഇത് രണ്ട് തലയുള്ള വാളാണ് രഞ്ജിത്ത്. അതുകൊണ്ട് ഇതെങ്ങനെയും തിരിയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 50 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. എഡിറ്റഡ് വേർഷനാണ് എന്നാണ് സ്വാതി മലിവാളിന്റെ ആരോപണം. ശ്രീ S. സുരേഷ്, ഇവിടെ BJPയുടെ കയ്യിലെ ടൂളാണ്. ആ ചതി മനസ്സിലാക്കാൻ സാധിച്ചില്ല ആദ്യഘട്ടത്തിൽ AAPക്ക് എന്നുള്ളതാണ് സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട്. പിന്നീട് ആ ചതി മനസ്സിലാക്കി, അവരെ BJP ഉപയോഗിക്കുന്നു മനസ്സിലാക്കി. അതോടെ ആദ്യം ഉണ്ടായ ആരോപണം യു-ടേൺ അടിക്കുന്നു, വിഭവ് കുമാറിനൊപ്പം നിൽക്കുന്നു. ഇന്ന് BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു AAP. അങ്ങനെ തുടർച്ചയായി ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ചൂല് എന്നൊരു ഓപ്പറേഷൻ BJP ആം ആദ്മിക്കുള്ളിൽ നടത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇവരെ ഉപയോഗിക്കുന്നത് എന്നും ആരോപിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ സുരേഷ്? വരാം, സാറിലേക്ക് വരാം. അനൂപ് ആദ്യം ഈ വിഷയം അപലപിച്ചു, കോൺഗ്രസ് അപലപിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അധിർ രഞ്ജൻ ചൗധരി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി സ്വാതി മാലിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ ആപ്പിൻ്റെ നിലപാട് ഇപ്പോൾ അതല്ല. സ്വാതി മലിവാൾ BJPയുടെ ടൂളാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് എവിടെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ഉൾപ്പെട്ട കേസുകളിലായാലും വളരെ കൃത്യമായി ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് ആപ്പിലാകുമോ ആപ്പ് എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ ഡയറക്റ്റായൊരു ചോദ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 5ാം ഘട്ട തിരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ആപ്പിലായിരിക്കുന്നത് ആരാണ്?
BJPയെ സംബന്ധിച്ച് അതിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കും, രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു സാധ്യത പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുൻകൂട്ടി കാണുന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ഒരിക്കലും സംസാരിക്കാത്ത ഭാഷയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം താഴുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ സമീപകാല ചരിത്രം എന്താ? രാജ്യത്ത് ശരത് പവാറിന്റെ പാർട്ടി, അതിനകത്ത് അജിത് പവാറിനെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് NCPയെ തകർക്കുകയും തങ്ങളുടേതായ ഒരു NCP സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതൊക്കെ പോകട്ടെ, എത്രയോ വർഷങ്ങളായി BJPയുടെ നാച്ചുറൽ അലയായിരുന്ന ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ബൽറാം താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു. മമതാ ബാനർജി അവരുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചു. ഈ പാർട്ടികളെയൊക്കെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒരു പൊതുവായ ഒരു രീതിശാസ്ത്രം, മോഡസ് ഒപ്പറാൻഡി ഉണ്ട്. അപ്പോൾ അജിത് പവാറിനെതിരെയാണ് ആദ്യം ചില കേസുകൾ BJPയുടെ ആസൂത്രണത്തിൽ വന്നത്. ഇപ്പോൾ ആ കേസുകളില്ല. അല്ല, ശ്രീ അനൂപ്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പലവിധ പ്ലേകൾ നടക്കും, ഒരുപാട് കളികൾ നടക്കും. ഇപ്പോൾ BJPക്ക് അനുഗുണമായത് എന്താണോ അത് അവർ ചെയ്യും. കോൺഗ്രസിന് അനുകൂലം, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടതും ആം ആദ്മി പാർട്ടി രാജ്യത്ത് വളർന്നതും ഒക്കെ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണെന്നേ. ദില്ലിയിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് വന്ന പാർട്ടിക്കൊപ്പം നിങ്ങൾ സഖ്യമാകുന്നു. അതുപോലെ BJPക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. അവിടെയല്ല പ്രശ്നം. ഇവിടെ ഈ വിഷയത്തിൽ, സ്വാതി മലിവാൾ വിഷയത്തിൽ ആം ആദ്മിയുടെ നിലപാട് കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. സഖ്യങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള സമീപനത്തിൽ, രാഷ്ട്രീയ സമീപനത്തിൽ മാറ്റം വരാം. പക്ഷെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഘട്ടത്തിൽ പറയുകയാണ് പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. പിന്നീട് പ്രഫുൽ പട്ടേലുമായി BJP ഒരു അലയൻസ് സ്ഥാപിക്കുമ്പോൾ ആ അഴിമതി മാഞ്ഞു പോവുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ, ശാരദ ചിട്ടി ഫണ്ടിലൊക്കെ ആരോപണ വിധേയരായ ആളുകൾ ഇപ്പോൾ BJPയുടെ കൂടെയാണ്. സത്യത്തിൽ ഇത്തരം കേസുകൾ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ ഉപയോഗിച്ച ഒരു പശ്ചാത്തലം, ചരിത്രം BJPക്കുണ്ട്. ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, സ്വാതിയെ BJPയുടെ ഒരു ഏജന്റായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി കാണാനേ ആം ആദ്മി പാർട്ടിക്കായാലും കോൺഗ്രസിനായാലും സാധിക്കൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം ഒരു മുൻവിധികളില്ലാതെ ഇതിനെ ആദ്യഘട്ടത്തിൽ അത്തരം ഒരു ആരോപണം വന്നപ്പോൾ അതിൽ ഇരയോടുകൂടി നിൽക്കണമെന്ന് പറയുന്ന ഒരു നൈതികമായ ജാഗ്രതയോടുകൂടി കോൺഗ്രസ് നിലകൊണ്ടു. പക്ഷേ ഇതിനകത്ത് ഇത്തരം അജണ്ടകൾ BJPക്കുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവം, അതിന്റെ വളർച്ച, അത് കോൺഗ്രസിനെതിരായിരുന്നു. ഒരു ഘട്ടത്തിൽ രണ്ടാം UPA തകർത്ത ഒരു വലിയ മൂവ്മെന്റ്, അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ നിർഭയ മൂവ്മെന്റിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ ആം ആദ്മി പാർട്ടിയെ പിന്നീട് RSS അല്ലെങ്കിൽ സംഘപരിവാർ BJP വേട്ടയാടുന്നതിന്റെ കാരണം എന്താ? അരവിന്ദ് കെജ്രിവാൾ ഞങ്ങളുമായൊരു സഖ്യത്തിൽ ഏർപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാൾ ആ സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഡൽഹിക്ക് പുറത്ത് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നു. ആ കോണ്ടെക്സ്റ്റിൽ വേണം ആം ആദ്മി പാർട്ടിക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന സംഘടിതമായ ഈ പറയുന്ന ആസൂത്രണങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരേഷ്, ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ആദ്യം കേട്ടില്ല. അതായത് ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത് സ്വാതി മലിവാൾ BJPയുടെ ആയുധമാണ് എന്നാണ്. ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി മലിവാളിനെ പിന്തുണച്ചിരുന്നു. പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലായി പുറകോട്ട് പോയി. ഇന്ന് മാർച്ചടക്കം നടത്തുകയാണ് BJP ആസ്ഥാനത്തേക്ക്. അവിടെ പോലീസ് തടഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ BJP മറ്റു സംസ്ഥാനങ്ങളിൽ പ്രായോഗികമാക്കിയതോ അതുപോലെ തന്നെ ഡൽഹിയിലും ആം ആദ്മിയെ തകർക്കാൻ അവരുടെ ഇപ്പോൾ ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുന്നു BJP എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത്, ആം ആദ്മിക്കുള്ളിൽ തന്നെ. എന്താണ് അതിന്റെ സത്യം? അത്തരത്തിലുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായി ഉണ്ടാകുന്നുണ്ടോ? ശ്രീ രഞ്ജിത്ത്, നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഈ സ്വാതി മലിവാളുമായിട്ട് അരവിന്ദ് കെജ്രിവാളിനുള്ള ബന്ധം ഏകദേശം 20 വർഷത്തെ ബന്ധമാണ്. അദ്ദേഹം ഒരു പരിവർത്തൻ എന്ന് പറഞ്ഞ ഒരു NGO ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം സ്വാതി മലിവാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവർത്തക എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ അവർ വളരെ സജീവമാണ്.
അതോടൊപ്പം തന്നെ AAP എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ അതിൻ്റെ നേതാക്കളിൽ ഒരാളാണ് സ്വാതി മലിവാളെന്നും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഈ ഇന്ത്യയിലെ സ്ത്രീ വിമോചന പോരാട്ടങ്ങളിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സ്വാതി മലിവാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് പോലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ കെജ്രിവാൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അവരുടെ അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 13-ാം തീയതി ഉണ്ടായ സംഭവം അവരുടെ മാനവും അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ സമയത്ത് തന്നെ അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 112 എന്ന് പറയുന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുകയും അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് 13-ാം തീയതി നടന്ന ഒക്കറൻസ് ടൈം എന്ന് പറയുന്ന 13-ാം തീയതിയാണ്. ഒക്കറൻസ് ഡേ എന്ന് പറയുന്നത് 13-ാം തീയതിയാണെങ്കിൽ ഒക്കറൻസ് പ്ലേസ് ഒരു വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് അതോടൊപ്പം തന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആ ഇൻസിഡൻറ്റ്, ആ ക്രൈം നടന്നിരിക്കുന്നത് ചീഫ് മിനിസ്റ്ററുടെ റെസിഡൻസിലാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിഭവ് കുമാർ ആ സ്ത്രീക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരുടെ നാഭിയിൽ ഉൾപ്പെടെ ചവിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ഷർട്ടിൻ്റെ ബട്ടൺ പിടിച്ച് അഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ, അത് സമൂഹത്തിൽ വളരെ മാന്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭാംഗമായിട്ടുള്ള ഒരു സ്ത്രീയെ, അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ഒരു സ്ത്രീയെ, വളരെ ശക്തിയായിട്ട് വനിതാ മൂവ്മെൻറ്റിൻ്റെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കെജ്രിവാളിനെതിരെ പ്രതികരിച്ചാൽ, കെജ്രിവാളിൻ്റെ നീചമായ പ്രവർത്തികൾക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സെക്ഷൽ ഹറാസ്മെന്റ് ഉൾപ്പെടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തിയായിട്ടുള്ളത്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു മൂന്നാംകിടക്കാരനാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയ ആള് ഇന്ന് നമ്മൾ മാത്രമല്ല, സുപ്രീം കോടതി പോലും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. ആദ്യം മനസ്സിലാക്കിയത് അണ്ണാ ഹസാരെയാണ്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാ ഹസാരെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ പണ്ടേ പുറത്താക്കിയത്. ഇദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത നിലപാട് അണ്ണാ ഹസാരെ എടുത്തത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനും ക്രിമിനൽ സ്വഭാവമുള്ള ആളും ഏകാധിപതിയും ആണ് എന്ന് അണ്ണാ ഹസാരയ്ക്ക് ആദ്യം ബോധ്യമായതുകൊണ്ടാണ്. അതിനുശേഷം യോഗേന്ദ്ര യാദവ്, അതോടൊപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ, ആനന്ദ് കുമാർ, അജിത് ഝാ തുടങ്ങി AAPയുടെ ആരംഭകാലത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ പറഞ്ഞു, ഇയാളൊരു ഏകാധിപതിയാണ്, ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ തോന്നിയാസിയാണ്, ഇയാളുമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ ആദിവാസി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പോലും അന്തസ്സായിട്ട് രാജിക്കത്ത് ഗവർണർക്ക് കൊടുത്തിട്ടാണ് ജയിലിലേക്ക് പോയത്. അത്രയും വലിയ ഒരു മഹത്വം ഭരണഘടനയോട്, അഴിമതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും അഴിമതിയുടെ പേരിൽ ജയിലിൽ പോകുന്ന ഞാൻ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ഹേമന്ത് സൊറാൻ രാജിവെച്ചിട്ട് പോകുന്നത്. ആ മാന്യത പോലും കാണിക്കാതെ ഒരു AAPയുടെ പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഭാര്യയെ രംഗത്തിറക്കി സഹതാപമുണ്ടാക്കി ജയിലിൽ കിടന്നാലും ഞാനല്ലാതെ AAPയിലും ഡൽഹിയിലും മറ്റൊരു നേതാവ് പാടില്ല എന്ന് പറയുന്ന അധികാരം തലയ്ക്ക് പിടിച്ച് അതിന്റെ മൂർത്തിമത് ഭാവമായിട്ട് മാറിയിരിക്കുന്ന അഹങ്കാരിയും അഴിമതിക്കാരനുമായി. പക്ഷേ ആ അഹങ്കാരിയും അഴിമതിക്കാരനുമാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കെജ്രിവാളിനെ BJP പേടിക്കുന്നുണ്ട് ശ്രീ സുരേഷ്. അല്ലെങ്കിൽ കെജ്രിവാളിന് മറുപടി പറയാൻ BJPയുടെ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നിരവധിയായ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഉണ്ടാവുകയും അത് പിന്നീട് ഏത് തരത്തിലാണ് BJP ഗുണമായതെന്നും അവരൊക്കെ എങ്ങനെയാണ് പാർട്ടിയുടെ ഭാഗമായതെന്നൊക്കെ അറിയാം. അങ്ങനെ പല വിധത്തിൽ BJP കേന്ദ്ര ഏജൻസികളെ ആയാലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഡൽഹിയിലും അത് സംശയിക്കുന്നത്. രഞ്ജിത്തെ, കെജ്രിവാളിന്റെ ഗ്യാരണ്ടി, കെജ്രിവാൾ വീട്ടിൽ വെച്ച് തന്നെ 13-ാം തീയതി ഒരു ഗ്യാരണ്ടി തീർത്തു കൊടുത്തില്ലേ? സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുമെന്ന് കെജ്രിവാളിന്റെ 10 ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടി
നമ്മുടെ സ്വാതി മലിവാളിനെ സ്വന്തം വീട്ടിനകത്ത് വെച്ച് പീഡിപ്പിച്ചതോടുകൂടി സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് സ്വാതി മലിവാൾ പോലും പറഞ്ഞിട്ടില്ല പീഡിപ്പിച്ചു എന്നൊന്നും. അനാവശ്യമായ പ്രയോഗങ്ങൾ സുരേഷ് ഇവിടെ നടത്തരുത്. സ്വാതി മലിവാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ പീഡിപ്പിച്ചു എന്ന്. പിന്നെ നിങ്ങൾ എന്താണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത്? നിങ്ങളോട് പറഞ്ഞിട്ടാണോ സ്വാതി മലിവാൾ കൊടുത്ത FIR-ൽ വന്ന രേഖകൾ പോലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ മിസ്റ്റർ സുരേഷ്? നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വിളിച്ചു പറയാനുള്ള സ്ഥലമാണോ ഈ ചാനൽ റൂം എന്ന് പറയുന്നത്? സ്വാതി മലിവാൾ എവിടെ പറയുന്നുണ്ട് പീഡിപ്പിച്ചു എന്ന്? ഇതാണ് നിങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. ഇതിനിടെ BJP-യുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വീഡിയോ പ്രചരിപ്പിച്ചല്ലോ. കോടതി മുറിയിൽ രണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വഴക്ക് സ്വാതി മലിവാളിനെ ആക്രമിക്കാനുള്ള BJP ഇറക്കിയാണ്. കൃത്യമായിട്ട് ബിജെപിയുടെ അട്ടിമറിയും BJP-യുടെ ഗൂഢാലോചനകളും തന്നെയല്ലേ ഇത് നടക്കുന്നത്? പറയൂ. അയാൾ എന്താ ചർച്ചയ്ക്ക് ആദ്യം വരുന്ന ആളാണോ? സുരേഷ് ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു തന്നെ ഉപയോഗിക്കണം മിസ്റ്റർ സുരേഷ്. ശ്രീ നവീൻജിയാണ് AAP-യുടെ പ്രതിനിധിയാണ്. സുരേഷ് ജി താങ്കൾക്ക് തുടരാം. വരാം, താങ്കളിലേക്ക് വരാം. തുടർന്നോളൂ. ഒരു മര്യാദ വേണ്ടേ? ഒരു ചർച്ച മര്യാദ വേണം. അത് തന്നെയാണ് മര്യാദ വേണം. താങ്കൾക്ക് പ്രയോഗങ്ങൾ നടത്തുമ്പോൾ മര്യാദ വേണം. എന്റെ സ്ത്രീ പീഡനക്കാരനായിട്ടുള്ള സ്ത്രീ പീഡനത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പക്ഷം സ്ത്രീ പീഡനത്തിന് നേതൃത്വം നൽകുന്നവനെ പാർലമെന്റിലോട്ട് അയക്കണമെന്ന് പ്രസംഗിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് പോയി സ്ത്രീ പീഡനം നടത്തുന്നവരെ പാർലമെന്റിലോട്ട് അയക്കണമെന്ന് പ്രസംഗിച്ചത്. ബിജുൽ റേവണ്ണെ പാർലമെന്റിലേക്ക് എത്തിക്കൂ, നിങ്ങൾ ബിജുൽ റേവണ്ണയ്ക്ക് കൊടുക്കുന്ന നോട്ട് എനിക്ക് തരുന്ന നോട്ടാണെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. അതേപോലെ മണിപ്പൂരിലെ സ്ത്രീകളെ പേടിച്ചപ്പോൾ നിശബ്ദനായിട്ട് ഇന്ന് നരേന്ദ്രമോദിയാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന സ്ത്രീ പീഡകനെ ഇല്ല അദ്ദേഹത്തിലേക്ക് അടുത്ത അവസരത്തിൽ പോകാം. സുരേഷ് പറയും. ഒന്നുകിൽ അയാളുടെ മ്യൂട്ട് ചെയ്യൂ. അല്ല സുരേഷ് പറയൂ. വരാം, താങ്കളിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ലല്ലോ. ഇത് അണ്ണാ ഹസാരെ മുതൽ യോഗേന്ദ്ര യാദവ് വരെ ഉൾപ്പെടെയുള്ളവർ ഓരോ സമയത്ത് സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ളതും അവസാനം സോദി മലിവാൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ AAP എന്താണെന്നും അതിന്റെ നേതാവ് എന്താണ് എന്നും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും അറിയാതെ ഈ കേരളത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു AAP-ക്കാർ ഇവിടെ കിടന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പാദം നക്കാൻ വേണ്ടി ഇത്രയും പരിശ്രമിക്കേണ്ട ഗതികേടുണ്ടോ? ഞാൻ ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളും AAP-യുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതും സാക്ഷാൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ളവർ ഈ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ അങ്ങനെ ഖണ്ഡിക്കാൻ ധൈര്യമുള്ളവർ ഏത് AAP-കാരനുണ്ടെങ്കിൽ വരട്ടെ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പൊലമ്പി കൂകി തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഡൽഹി പോലീസ് കേസെടുക്കണ്ടേ? അരവിന്ദ് കെജ്രിവാൾ ആ കോൺസ്പിറസിയിൽ പങ്കാളിയല്ലേ എന്ന് ബോധ്യം വന്നിരിക്കുകയല്ലേ? അയാളുടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴല്ലേ ഒരു വനിതാ MP-യെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്, ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്? അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചല്ലേ? ഒക്കറൻസ് പ്ലേസ് മുഖ്യമന്ത്രിയുടെ വസതിയാണെങ്കിൽ ആ ഒക്കറൻസ് പ്ലേസിൽ അതിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അതിലെ ഒന്നാമത്തെ പ്രതിയെങ്കിൽ അതിന്റെ കോൺസ്പിറസിയിൽ ഇദ്ദേഹം പങ്കാളിയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെയാണ് സുപ്രീം കോടതി പ്രത്യേക അധികാരം ഉപയോഗിച്ച് പ്രത്യേക ഫേവർ നൽകി ഇന്ന് ഇന്ത്യയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇറക്കി വിടുന്ന സമയത്ത് പലരും ധരിച്ച് ഇദ്ദേഹം വന്നിട്ട് നരേന്ദ്രമോദിയുടെ 400 സീറ്റും എടുത്ത് അങ്ങ് കൊണ്ടുപോയി അങ്ങ് തിഹാർ ജയിലിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള അവതാരമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ ഓരോരുത്തർ ധരിച്ചു. കോൺഗ്രസുകാരെ വളരെ ഗതികെട്ട അവസ്ഥയിൽ അനൂപ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടത്. ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ കേസ് എല്ലാം കൊടുത്തിരിക്കുന്നത് എന്റെ അനൂപെ നിങ്ങളുടെ കോൺഗ്രസുകാരാ. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിങ്ങളുടെ ഡൽഹിയിലെ PCC-യും ഒക്കെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ പറഞ്ഞ വാക്കുകളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വായിച്ചിട്ട് വന്നിട്ട് ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇങ്ങനെ കിടന്ന് നാവിട്ടടിക്കണം. ആദ്യം നിങ്ങൾ ഛർദ്ദിച്ചതെടുത്ത് വിഴുങ്ങാതിരിക്ക്. നിങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ കള്ളനാണെന്ന് പറഞ്ഞത്. നിങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ കിടക്കാൻ കാരണമായിട്ടുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്
കോൺഗ്രസ് ആണ്. ശരി, നവീൻ ജി, അരവിന്ദ് താങ്കളുടെ അവസരമാണ്. നവീൻ ജി, ഇവിടെ ഈ പറഞ്ഞതുപോലെ കേസെടുത്തല്ലേ പറ്റുള്ളൂ പോലീസ്, നടപടിയുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു വനിതയാണ് പരാതി നൽകിയിരിക്കുന്നത്, രാജ്യസഭാ MP-യുമാണ്. സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകും. അതിന് ദില്ലി BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നതാണ് കാര്യമാണ് ചോദ്യം. ഒരു സ്ത്രീയുടെ പരാതിയിൽ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികളാണ്. പക്ഷേ അതിലെ ഗൂഢാലോചന തുറന്നു കാണിക്കുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പം യാദൃശ്യമായിട്ടെങ്കിലും സുരേഷ് തുറന്നു പറയുകയുണ്ട് ആ ഗൂഢാലോചന സിദ്ധാന്തത്തെ പറ്റി. ഇതിൽ കേജ്രിവാളിന്റെ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. കേജ്രിവാൾ ഉള്ള സന്ദർഭമാണ് എങ്കിൽ അതിൽ കേജ്രിവാളിനെയും പ്രതിയാക്കാം. അങ്ങനെ കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഗൂഢാലോചനയാണ് BJP നടത്തിയതെന്ന് നമുക്ക് വ്യക്തമായി ഇതിൽ നിന്ന്. സുരേഷ് തന്നെ അത് തുറന്നു പറയുകയുണ്ടായി. നമുക്ക് ഈ BJPയുടെ പല പ്രവൃത്തികളും അതുപോലെ നമ്മൾ രണ്ട് വശങ്ങൾ ഇതിന്റെ നോക്കാനുണ്ട്. ഒന്ന് സ്വാതി മലിവാളിനെ സംബന്ധിച്ചോ വൈഭവ് കുമാറിനെ സംബന്ധിച്ചും അറിയാം ഇത് ഇലക്ഷന്റെ വേദിയാണെന്നും ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അത് ഇലക്ഷനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയാവുന്ന രാഷ്ട്രീയ പരിജ്ഞാനമുള്ളവരൊക്കെ തന്നെയാണ് ഇവർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാതി മലിവാൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും അത്തരമൊരു കേസുകളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൽ ഇലക്ഷൻ പ്രതിഫലിക്കും എന്നുള്ള കാര്യം സ്വാതി മലിവാളിന് അറിയാവുന്നതാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് BJP ആണെന്ന് തെളിയിക്കുന്നതാണ് BJPയുടെ ചില വേഗതകൾ. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബ്രിജ്ഭൂഷന്റെ ആണെങ്കിലും പ്രജ്വൽ രേവണ്ണയുടെ ആണെങ്കിലും മണിപ്പൂർ സംഭവം ഏത് വിഷയങ്ങളാകട്ടെ, വനിതാ കമ്മീഷനോ പോലീസ് എന്ത് തരം നടപടികളാണ്, 70ഓളം സാക്ഷിമൊഴികളുള്ള FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട ബ്രിജ്ഭൂഷൺ ഇന്ന് സ്വതന്ത്രമായി നടക്കുന്ന ഒരു നാട്ടിലാണ് അടിയന്തരമായിട്ട് വനിതാ കമ്മീഷനും പോലീസും എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ കേസിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാതി മലിവാൾ വന്ന ആ കോൾ അവിടെ എത്തി ഉടനെ തന്നെ അത് കൺട്രോൾ റൂമിലെത്തുന്ന കോള് ഉടനെ രേഖപ്പെടുത്തിയതിന്റെ ഫോട്ടോ ഉൾപ്പെടെ പത്രമാധ്യമങ്ങൾക്ക് ലഭിക്കുക എന്ന് വെച്ചാൽ പോലീസ് കൃത്യമായിട്ട് അതേ സമയത്ത് അത് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നീടുണ്ടായ പ്രവർത്തനങ്ങൾ ഓരോന്നും നമ്മൾ നോക്കിയാലും അതിൽ ആ ഗൂഢാലോചന തുറന്നു കാണിക്കുന്നതാണ്. ഇപ്പോൾ സുരേഷ് പറയുകയും ചെയ്തു അവരുടെ ഗൂഢാലോചന എന്ത് എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ അവർ നടത്തിയ ഗൂഢാലോചനകൾ പലതുമുണ്ട്. ഈ പല സ്കാമുകളുടെ പേര് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് നടത്താം എന്ന് കരുതി ഇവരുടെ ഗൂഢാലോചനകൾ ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ച അത് കോടതി മുറിയിൽ തന്നെയാണ് തകർന്നു വീഴുന്നത്. ഇന്ന് ഇപ്പോൾ ജസ്റ്റിസ് കന്നി, ജസ്റ്റിസ് ദത്തയും ആ കേസ് എടുക്കുന്ന വേളയിൽ ആ വിചാരണകൾ നടക്കുന്ന ഘട്ടങ്ങളിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ എന്തോരം ഗൂഢാലോചന, എന്തിന് അറസ്റ്റ് ചെയ്തു എന്നതിന് ഉത്തരം പറയുവാനായിട്ട് സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറലും കോടതി മുറിയിൽ വിയർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. ആ ഗൂഢാലോചന ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കൃത്യമായ ഇടപെടൽ കൊണ്ട് പൊളിഞ്ഞു തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ രംഗത്തേക്ക് വന്നത്. ഇനി അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ പ്രചാരണ രംഗത്ത് തടയണം എന്നുള്ള അടുത്ത ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണിത്. അതിൽ യാദൃശ്ചികമായിട്ട് സ്വാതി മലിവാളും അതിന്റെ ഭാഗവാക്കായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിനെ എങ്ങനെയൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നോക്കുക. സ്വാതി മലിവാൾ പോലും അടുത്ത പരാതിയിൽ യാതൊരു തെളിവുകളുടെ അടിസ്ഥാനമില്ല എങ്കിൽ പോലും സ്വാതി മലിവാൾ കൊടുത്ത പരാതിയിൽ പറയുന്ന സ്വാതി മലിവാളിനെ ആക്രമിച്ചു എന്നും സ്വാതി മലിവാളിനെ അടികിട്ടി എന്നുമുള്ള രീതിക്കുള്ള വ്യാജ പരാതിയാണ് കൊടുത്തതെങ്കിൽ പോലും ഇപ്പോൾ ഇവർ പറയുന്നത് ചാനൽ മുറികളിൽ വന്ന് വരുന്നത് സ്വാതി മലിവാളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർ അതിന്റെ നറേറ്റീവ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആലോചിക്കുക. ഏത് രീതിയിലാണ് ഇവരൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണ് ഇവരുടെ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ ഗൂഢാലോചന സിദ്ധാന്തമാണ് ഒന്നൊന്നായി വരും ദിവസങ്ങളിൽ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ കഴിഞ്ഞ ദിവസം ഈ PMLA ഇതുമായി ബന്ധപ്പെട്ടൊരു ED ആം ആദ്മി പാർട്ടിയെ തന്നെ പ്രതിയാക്കി ഈ ഡൽഹി അഴിമതിയുമായി ബന്ധപ്പെട്ട കൊടുത്തത്. PMLA നമുക്കറിയാം കേസാണ്. അപ്പോൾ സ്വത്ത് പോലും കണ്ടുകെട്ടാവുന്ന പശ്ചാത്തലമുണ്ട്. ഇവിടെയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് തങ്ങളുടെ സ്വത്തും ആം ആദ്മിയുടെ സ്വത്തും കണ്ടുകെട്ടാനുള്ള നീക്കം നടത്തുന്നു. ഒരു കെജ്രിവാൾ പോയാൽ 1000 കെജ്രിവാൾമാർ ഉയർത്തെഴുന്നേൽക്കും എന്ന തരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഭീഷണികളും ചില വാളുകളും ആം ആദ്മിയുടെ മുകളിലുണ്ട്. ശ്രീ രഞ്ജിത്ത്, ആം ആദ്മിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാണ്. ആ ഒരു നറേറ്റീവിലാണ് ഈ പാർട്ടി തന്നെ ഉണ്ടായതും. വളരെ സിംബോളിക്കായ ഒരു ചിഹ്നം തന്നെയാണ് അവർ തിരഞ്ഞെടുത്തതും. ചൂലാണ്, ബ്രൂം. അപ്പോൾ അഴിമതി തുടച്ചു നീക്കാൻ ഇതാ ഞങ്ങൾ ചൂൽ. ഒരു പൊതുവേ അപശകനമായി കരുതപ്പെടുന്ന ഒരു ചിഹ്നം, ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയുള്ളൊരു ചിഹ്നമല്ല ഇന്ത്യയുടെ ഇലക്ഷൻ രംഗത്ത്. അതേ ചൂലിൻ്റെ പേരിലാണ് ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുന്നത്, ഓപ്പറേഷൻ ബ്രൂം. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി മർമ്മത്ത് അടിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനൊരു കാര്യം. കാരണം ചൂലെന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാടിയ കേജ്രിവാളിനെ അഴിമതി കേസിൽ കുരുക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
തുടർന്ന് തന്നെ കേജ്രിവാൾ മാത്രമല്ല എൻറ്റയർ ആം ആദ്മി പാർട്ടി ഈസ് കറപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒരു പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ തക്ക രീതിയിലേക്ക് ആ സംവിധാനത്തെ കൊണ്ടുപോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത് സമ്മർദ്ദത്തിലാക്കുകയാണ്. അതൊരു വശം. മറുവശത്ത് ഈ ഏറ്റവും അധികം ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും നെഞ്ചിലേറ്റുന്നത് മധ്യവർഗം, പ്രത്യേകിച്ച് മധ്യവർഗത്തിലെ സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാൽ പിന്നെ തലപൊക്കാനാവില്ല എന്ന ഒരു തിരിച്ചറിവ്. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിലാകുന്നത് കേജ്രിവാളിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സ്ത്രീക്കെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടന്നിരിക്കുന്നു. ഇവിടെ രണ്ടിടത്തും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയും അതിൻ്റെ പരമോന്നത നേതൃത്വം ആയ അരവിന്ദ് കെജ്രിവാളുമാണ്. അപ്പം ഇത് പ്രതിരോധത്തിലാക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ BJP എന്തുകൊണ്ട് ഇത്രയധികം ഗൃഹപാഠം നടത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെ വേട്ടയാടുന്നു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അല്ല, മല്ലികാർജുൻ ഖാർഗെ അല്ല, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ അല്ല, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി നേതാവ് തേജസ്വി യാദവിനെ അല്ല, അല്ലെങ്കിൽ MK സ്റ്റാലിനെ അല്ല മോദി ഭയപ്പെടുന്നത്. മറിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ്. മറ്റാർക്കാണ് ഒരു നറേറ്റീവ് കൊടുക്കാൻ പറ്റുക? മോദി 75 വയസ്സിൽ റിട്ടയർ ചെയ്യും, അതിനുശേഷം അമിത്ഷായെ പിടിച്ചിരുത്തും. അതുകൊണ്ട് മറ്റൊരു പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും ആകെ അമ്പരക്കുകയാണ്. തൻ്റെ പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്, താൻ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തൻ്റെ പ്രതിയോഗിയായ കേജ്രിവാൾ പറയുമ്പോൾ അത് അലോസരപ്പെടുത്തുന്ന വാക്കുകളാണ്. ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ വാക്കുകളൊക്കെ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ മധ്യവർഗ വോട്ടർമാർ ഇനി നോക്കുക, തെരഞ്ഞെടുപ്പിന് പോകാൻ ശ്രീ രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പിന് പോകാനുള്ള സീറ്റുകൾ ഏതാണെന്ന് നോക്കുക. ഡൽഹിയിലെ 7 സീറ്റുകൾ അർബനാണ്, ഓർക്കുക. അതുപോലെ പഞ്ചാബ് ഒരു സെമി അർബൻ പശ്ചാത്തലത്തിലുള്ളതാണ്, അവിടെ കർഷകർ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. ഹരിയാന, ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള 10 സീറ്റുകൾ, പഞ്ചാബിലെ 13 സീറ്റുകൾ, ബോംബെ നഗരത്തിലെ സീറ്റുകൾ, ബോംബെ നഗരത്തിൽ ബോംബെയുടെ പ്രാന്തപ്രദേശത്ത് 10 സീറ്റുണ്ട്. അതിൽ തന്നെ നഗരമണ്ഡലങ്ങളാണ് 6 കൽക്കട്ട നഗരമണ്ഡലങ്ങൾ. ഇതെല്ലാം തന്നെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമാണ്. അർബൻ മിഡിൽ ക്ലാസ് വലിയ തോതിൽ വോട്ട് ചെയ്യാനിരിക്കുന്നത് ഇനിയുമുള്ള ഘട്ടത്തിലാണ്. അതുകൊണ്ട് 5, 6, 7 ഘട്ടത്തിൽ പ്രഭാവം ചെലുത്താൻ വേണ്ടി അർബൻ മിഡിൽ ക്ലാസിനെയും എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസിന് വേണ്ടിയും ഒപ്പീനിയൻ മേക്കേഴ്സിനെയും സ്വാധീനിക്കാനുള്ള ഒരു അവസാന ശ്രമമായിട്ട് ഇതിനെ കാണാം. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ പ്രതിരോധത്തിലാകേണ്ടതാണ്, പക്ഷേ അതിന് മറ്റൊരു നറേറ്റീവ് കൊടുത്തുകൊണ്ട് അതിഗംഭീരമായൊരു ഇന്നൊരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാടകങ്ങൾക്ക് പേരുകേട്ട നാടകീയം ചടുലവുമായ നീക്കങ്ങൾക്ക് പേരുകേട്ടൊരു നേതാവ് തന്നെയാണ് കേജ്രിവാൾ. കേജ്രിവാളിനെതിരെ വരുന്ന ആക്രമണങ്ങളെ വഴിതിരിച്ചു വിടാൻ എക്കാലത്തുമുള്ള ഒരു മെയ്വഴക്കം കേജ്രിവാൾ ഇനിയും പ്രതീക്ഷിക്കാം കേജ്രിവാളിന്. ശ്രീ അനൂപ്, ഇവിടെ BJPക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന നേതാവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമുക്കറിയാം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ച ഒരു അജണ്ടയുണ്ട്. അതിനുശേഷം അതിൻ്റെ പല മറുപടികളും BJPക്ക് പറയേണ്ടി പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ അഴിമതി കേസിലകത്തായി അറസ്റ്റിലായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിട്ടും കോൺഗ്രസിന് തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ പിന്തുണയ്ക്കേണ്ടി വരുന്നത്? ഇപ്പോഴും ഈ വിഷയത്തിൽ മറ്റൊരു നിലപാടിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് ഞാനിവിടെ BJPയുടെ സംഘപരിവാറിൻ്റെ പ്രതിനിധി സുരേഷിൻ്റെ വാദമുഖങ്ങൾ സാഗൂതം നിരീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? കോൺഗ്രസ് ഇന്നലകളിൽ ഛർദ്ദിച്ചത് വാരി തിന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനോടുള്ള സമീപനം മാറ്റിയപ്പോൾ ഞങ്ങളുടെ നിലപാട് മാറി. അദ്ദേഹത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ കഴിയും. പ്രഫുൽ പട്ടേലിനെ ഇന്നലകളിൽ അഴിമതിക്കാരനെന്ന് പറഞ്ഞ BJP ഇന്ന് പ്രഫുൽ പട്ടേൽ എവിടെയാണ്? ഞങ്ങൾ ഛർദ്ദിച്ചത് വാരി തിന്നുന്നു എന്ന് പറയുന്ന ഈ സുരേഷിന്റെ പാർട്ടി വിസർജിച്ചതാണ് വാരി തിന്നുന്നത്. പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ ആളെ സ്വന്തം മന്ത്രിസഭയുടെ ഭാഗമാക്കി മുന്നോട്ട് പോവുകയാണ്. ശാരദാ ചിട്ടി തട്ടിപ്പിൽ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് എവിടെയാണ്? ആസാമിൽ ഹിമേന്ദു ബിശ്വാസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അപ്പോൾ അതൊന്നും പറയണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വ്യക്തമായ നിലപാടുണ്ട്. ഇദ്ദേഹം അന്ന ഹസാരെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. അന്ന ഹസാരെ ആരാ? അദ്ദേഹം RSSന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞത് ഈ പറയുന്ന പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകളാ. ഞങ്ങൾക്കെതിരെയായിരുന്നു ആ മൂവ്മെന്റ്.
ഞങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ നിലപാടെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ വളരെ ക്രിട്ടിക്കലായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കുകയാണ്. കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തകർക്കാൻ ഈ ഗവൺമെന്റ് BJP നേതൃത്വം നൽകുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഇന്നലകളിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച ആളുകൾ അത് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി മാത്രമല്ലല്ലോ. ഇന്ത്യയിൽ ശിവസേന BJPയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടികളിൽ ഒന്നാണത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് തൊട്ട് ആ കാലഘട്ടം തൊട്ട് BJPയേക്കാൾ വലിയ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ശിവസേന ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടിയായിരുന്ന ശിവസേന. അത് മാത്രമല്ല, ബീഹാറിൽ ഇന്ത്യയിലെ എക്സ്ട്രീം ഇടതുപക്ഷം CPIML ലിബറേഷൻ ഇന്ന് ആരുടെ കൂടെയാണ്? അത് ഞങ്ങളുടെ കൂടെയാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെ ഇടത്തും വലത്തും നിന്ന പല പാർട്ടികളും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്ന കൂട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ റോളിനെ ഞങ്ങൾ ചെറുതാക്കി കാണുന്നില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് BJPക്ക് വൻ തിരിച്ചടിയാവും, ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദി പരാജയപ്പെടുന്നതിന്റെ ആദ്യ പടിയാണിതൊക്കെ. അദ്ദേഹം പോലും പരിഭ്രാന്തനായിരിക്കുകയാണ്. ഇപ്പോൾ 400 സീറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? അദ്ദേഹം തന്നെ നിഷേധിച്ചു. ഞാൻ എവിടെയും 400 സീറ്റിനെ കുറിച്ച് പറയുന്നില്ല, അത് ജനങ്ങൾ പറയുന്നതാണെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിക്ക്, സുരേഷ് കുമാറിന്റെ പാർട്ടിക്ക് ഇപ്പോൾ 400 സീറ്റ് കിട്ടുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്. 10 വർഷം അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ 3ാം തവണ അധികാരത്തിൽ വരാൻ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നതിൽ നരേന്ദ്രമോദി പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ BJP അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം, BJPയുടെ രാഷ്ട്രീയമായ പൊള്ളത്തരം. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? 10 കൊല്ലം അധികാരത്തിലിരുന്നവരാണ്. അമിത്ഷാ പറയുന്നു, ഒരു തവണ കൂടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പാക് അധീന കാശ്മീർ ഞങ്ങൾ പിടിച്ചടക്കും. 10 കൊല്ലം ഇവരല്ല അധികാരത്തിലിരുന്നത്. രാജ്യത്തിനകത്ത് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറയാൻ കഴിയാതെ ഈ പറയുന്ന വേറൊരു തരത്തിൽ ധ്രുവീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് കുമാർ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ ഒക്കറൻസ് എന്ന് സംഭവം നടന്നത്, അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അപ്പോൾ ആ വിരൽ ചൂണ്ടുന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ്. ഉദ്ദേശം വളരെ വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആസൂത്രിതമായ ഒരു ട്രാപ്പാണിത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മാത്രമല്ല, ശരത് പവാറിനെതിരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അടർത്തിമാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ BJP എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിളർത്താൻ അതിനുവേണ്ടി മസിൽ പവർ ഉപയോഗിക്കുന്നു, മണി പവർ ഉപയോഗിക്കുന്നു, പ്രലോഭനങ്ങൾ ഉപയോഗിക്കുന്നു. സുരേഷ് അങ്ങനെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ തുടക്കകാലത്ത് BJP കോൺഗ്രസ് എതിർത്തിരുന്ന പാർട്ടിയാണെങ്കിൽ പോലും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുകയാണ്. കാരണം അദ്ദേഹം സൃഷ്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൃഷ്ടിച്ച ചില അജണ്ടകളുണ്ട്. സ്വാഭാവികമായും 4ാം ഘട്ടം മുതൽ അദ്ദേഹം ജയിലിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ചെയ്ത ഈ പ്രസ്താവനകളുണ്ട്. മോദിയെയും അമിത്ഷായെയും മറ്റും ഡയറക്റ്റ് ആക്രമിച്ച പശ്ചാത്തലമുണ്ട്. അതൊക്കെ ഊർജം ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു നൽകിയെന്ന് അവർ വിശ്വസിക്കുന്നു. രഞ്ജിത്തെ, എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ വയ്യ. എന്നോടാണ് ചോദിച്ചത്. എന്നോടാണോ? ഹരിക്കുന്നു. അതെ, എന്തായാലും ചോദ്യം ഞാൻ കേട്ടു. ഇവിടെ ഇപ്പോ അല്ല, സുരേഷിനോടാണ് രഞ്ജിത്ത്. ഓക്കെ. ഈ BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും ഇതാ ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്തും ലവലേശം സംശയമില്ല. ഞങ്ങൾ ഈ പിന്നിട്ട ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട കേവല ഭൂരിപക്ഷത്തിന്റെ എംപിമാർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വരുന്ന 3 ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഞങ്ങളെ 400 സീറ്റിലേക്ക് എത്തിക്കുന്ന ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് അമിത്ഷായും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി അമ്പേ തകർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരുമാതിരി അരവിന്ദ് കെജ്രിവാളിന്റെ സെക്രട്ടറി ആകുന്ന ഗതികേടിലേക്ക്
എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും ആരും ചർച്ച ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നതുകൊണ്ട് BJPക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇതുവരെ കാണാത്ത ഒരു മുഖം കൂടി ഇന്ത്യക്ക് കാണാനുള്ള അവസരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ പ്രത്യേക ബെഞ്ചുണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാളിനോട് അങ്ങേയറ്റത്തെ പ്രീതി കാണിച്ച ഒരു പ്രത്യേക ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ തീരുമാനത്തോടുകൂടി അരവിന്ദ് കെജ്രിവാള് അവിടെ തൊട്ടതെല്ലാം കട്ടുതിന്ന ഒരുവനാണ് എന്നുള്ള വിശേഷണം മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്ന് ഏകാധിപതിയാണ് എന്നുള്ള വിശേഷണമേ ഉണ്ടായിട്ടുള്ളൂ. മൂന്നാമത് അഹങ്കാരിയാണ് എന്നുള്ള വിശേഷണമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സ്ത്രീ പീഡനത്തിന് നേതൃത്വം കൊടുക്കുന്നവനുമാണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെല്ലാം ഇതിന് വിദഗ്ധന്മാരാണ് എന്ന ഒരു ആഖ്യാനം കൂടി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ പ്രത്യേക ശുശ്രൂഷയിൽ പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അരങ്ങേറ്റം കൊണ്ട് സാധിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ നേട്ടമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒക്കെ പ്രതിയാക്കപ്പെടുന്നവരും ഇതിൽ സംശയിക്കുന്നവരെല്ലാവരും നേട്ടമുണ്ടായി എന്ന് കോൺഗ്രസും AAPയും നാളെ പറയണം. സ്ത്രീ പീഡനത്തിനും സ്ത്രീകളെ പരസ്യമായിട്ട് ആക്രമിക്കുന്നവരും ഒക്കെ നേട്ടമുണ്ടാക്കുന്നവരാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് നേട്ടമുണ്ടായി. ഇനി ഈ നേട്ടത്തിന്റെ പേരിൽ വീണ്ടും ജയിലിൽ പോകാനാണ് അരവിന്ദ് കെജ്രിവാൾ വിധിക്കപ്പെടുന്നതെങ്കിൽ അതിന് BJPയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഡൽഹി പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സോദി മലിവാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങളുടെ അരവിന്ദ് കെജ്രിവാളിനോട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ MPയെ കയ്യേറ്റം ചെയ്യാൻ പ്രൈവറ്റ് സെക്രട്ടറിയെ പറഞ്ഞയക്കാൻ BJP പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞില്ല അവിടുത്തെ ഹെൽത്ത് സംവിധാനം ആരോഗ്യ വകുപ്പിൽ നിന്ന് കൈയിട്ട് വാരാൻ BJP അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞില്ല. അവിടുത്തെ മദ്യം വിറ്റ് കൈയിട്ട് വാരാൻ അരവിന്ദ് കെജ്രിവാളിനോട് BJP പറഞ്ഞില്ല. അവിടുത്തെ സ്കൂളുകൾ അനുവദിച്ചതിൽ നിന്ന് കൈയിട്ട് വാരി വെട്ടിപ്പ് നടത്താൻ അരവിന്ദ് കെജ്രിവാളിനോട് BJP പറഞ്ഞില്ല. ഇതൊക്കെ സ്വയം കൃതാനർത്ഥമാണ് എന്റെ സുഹൃത്തുക്കളെ. കോൺഗ്രസിന്റെയും AAPയുടെയും സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, കൈയിട്ട് വാരുന്നവൻ എവിടെ വീണാലും കൈയിട്ട് വാരും. അങ്ങനെയുള്ളവർ അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിന്റെ മറവിൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്നത് അന്തസ്സുള്ള ഒരാളിനെയും കൈയിട്ട് വാരാനും അനുവദിക്കില്ല, ഈ സർക്കാർ കൈയിട്ട് വാരത്തുമില്ല എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി കയ്യോടെ പിടിച്ചു, തൊണ്ടി സഹിതം പിടിച്ചു, അകത്താക്കി പുറത്തു വന്നിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖവും കൂടി ഇന്ന് ഇന്ത്യ കണ്ടു എന്നതിനപ്പുറം ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നീതിബോധമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, എന്ത് കോപ്രായവും കാണിക്കാൻ മടിയില്ലാത്ത ആ നേതാവിനെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ രാഷ്ട്രീയത്തിലെ ഗുണം. അല്ലാതെ BJP ഇത് ഏതൊരു കാരണവശാലും ബാധിക്കില്ല. ഡൽഹിയിലെ 7 സീറ്റിലും BJP ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കും. പഞ്ചാബിലെ 13 സീറ്റിലും BJP വലിയൊരു കുതിപ്പ് നടത്തി പരമാവധി സീറ്റുകൾ അവിടെ നേടും. ഹരിയാനയിലും BJP ഏറ്റവും കരുത്തുള്ള സംഘടനയായിട്ട് മാറും. 30 സീറ്റിൽ ഇന്ന് BJPക്ക് 23 സീറ്റുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കരുത്തോടുകൂടി ഈ 4-ാം തീയതി ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നും താമര ചിഹ്നത്തിൽ BJPയുടെ MPമാർ ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും വിഭജനമുണ്ടെങ്കിൽ പോലും എല്ലാ സീറ്റുകളിലും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമീപകാല സംഭവ വികാസങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതേണ്ടത്? ഇത് ആം ആദ്മി പാർട്ടിയെ ഇലക്ഷനിൽ യാതൊരു വിധത്തിലും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നതാണ്. അരവിന്ദ് കെജ്രിവാളിനെ മനസ്സിലാക്കിയവരാണ് ഡൽഹി ജനതയും പഞ്ചാബ് ജനതയും ഒക്കെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം BJP എത്രത്തോളം അസ്വസ്ഥരാക്കിയിരിക്കുന്നു. ഇങ്ങേയറ്റം കേരളത്തിലിരിക്കുന്ന ഒരു BJP നേതാവ് പോലും എത്രത്തോളം അസ്വസ്ഥനായിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സുപ്രീം കോടതി ജഡ്ജിമാരെയും എന്ത് പുച്ഛത്തോടെയാണ് പ്രതിപാദിക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരു BJP നേതാവ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തപ്പോൾ അപ്പോൾ നീതിബോധം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ബാധകമായ ഒരു കാര്യമേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മോദി എന്ന ഏകാധിപതി ആരാന്നുള്ളത് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞാണ്. മോദി എന്ന ഏകാധിപതിയെ BJPക്കാർ തിരിച്ചറിഞ്ഞാണ്. BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ തിരിച്ചറിഞ്ഞാണ്. 75 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ട് മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും മൂക്ക് ചെത്തി മൂലക്കിരുത്തിയ നരേന്ദ്രമോദി ഏകാധിപത്യം പാർട്ടിയിൽ കാണിക്കുന്നത് കണ്ടാണ്, ഇന്ത്യ മഹാരാജ്യത്ത് കാണിക്കുന്നത് കണ്ടാണ്. അത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കൂടെ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി കൈ കടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുവാനായിട്ട് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കാൻ ശ്രമിച്ചു. അതാണ് ഇവിടെ പരാജയപ്പെടുത്തിയത് സുപ്രീം കോടതി. ആ പരാജയത്തിന്റെ അമർഷം, ആ അസ്വസ്ഥത, അതാണ് BJP പ്രതിനിധി ഇവിടെ കാണിച്ചത്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു
അവഹേളിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം നിശ്ചലമാക്കാൻ ശ്രമിച്ചതും ആരാണ്? ഈ ഏകാധിപതിയായ നരേന്ദ്രമോദിയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടപെട്ടുകൊണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ നിയമനത്തിന് സുപ്രീം കോടതി വെച്ച നിബന്ധനകൾ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് പുതിയ പാനലിനെ കൊണ്ടുവന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന സംവിധാനം നടപ്പിലാക്കി ഇലക്ഷന്റെ പൂർണ്ണ നിയന്ത്രണം മോദി എന്ന ഏകാധിപതിയായ ഭരണാധികാരി ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവിടെ ഇന്ത്യൻ ജനത മനസ്സിലാക്കി ആരാണ് ഏകാധിപതി എന്ന്. ഡൽഹി നിവാസികളും മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഏകാധിപതി എന്ന്. പഞ്ചാബ് നിവാസികളും മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഏകാധിപതി എന്ന്. ഹരിയാനയിലുള്ളവരും മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഏകാധിപതി എന്ന്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഏകാധിപതി എന്ന്. ആ ഏകാധിപതിക്കെതിരെ വോട്ട് ചെയ്യുവാനായിട്ടായിരിക്കും ഓരോ വോട്ടർമാരും പോളിംഗ് ബൂത്തിലോട്ട് പോവുക. അവിടെ ആം ആദ്മി പാർട്ടിയുടെ ജയം ഉറപ്പാണ്, കോൺഗ്രസിന്റെ വിജയം ഉറപ്പാണ്, ഇന്ത്യ മുന്നണിയുടെ വിജയം ഉറപ്പാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് നിർത്താം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി കോൺഗ്രസിന് 50-ൽ കുറവ് സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ 9-ാം തീയതി ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. 12-ാം തീയതി കേജ്രിവാൾ പുറത്തു വന്ന് കേജ്രിവാൾ മുൻപോട്ട് ചോദ്യം ഉന്നയിച്ചതിന് ശേഷം 12-ാം തീയതി പശ്ചിമ ബംഗാളിൽ നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസിന് പ്രായത്തെക്കാൾ കുറച്ച് വോട്ടേ കിട്ടത്തുള്ളൂ. കോൺഗ്രസിന് എത്ര വയസ്സ് പ്രായമുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് അറിയുമോ? ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസിന് 135 വയസ്സ് പ്രായമുണ്ട്. 135 സീറ്റ് 9 സീറ്റിൽ മാത്രം കുറേ കോൺഗ്രസിന് കിട്ടുള്ളൂ എന്ന് 50-ൽ നിന്ന് 139-ിലോട്ട് കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിക്കുമെന്നല്ലേ നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞ്. നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു നരേന്ദ്രമോദിയുടെ പരാജയം എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് അവസാന സമം വരെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാനായിട്ട് ബാക്കിയുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ തേജോവധം ചെയ്തുകൊണ്ടെങ്കിലും അവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തോപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാതൊരു മോഹൻ വർഗീസ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പുതിയ ഘട്ടങ്ങളിൽ കെജ്രിവാൾ സൃഷ്ടിച്ച അജണ്ടകൾ നമുക്കറിയാം. അതിപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ അല്പം ഒന്ന് പ്രതിരോധത്തിലാകേണ്ട പശ്ചാത്തലമാണ്. ഈ കേസ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംഭവമായി മാറാൻ സാഹചര്യമില്ല. എന്ത് മാറ്റം ഇനിയുള്ള ഘട്ടങ്ങളിൽ 25-നാണല്ലോ ഡൽഹി തെരഞ്ഞെടുപ്പ് ഇത് സംഭവിക്കുമെന്നാണ് കരുതേണ്ടത്? രഞ്ജിത്ത്, 25-ാം തീയതി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്, നാളെ മറ്റ് സംസ്ഥാനങ്ങൾ 49 സീറ്റുകളിൽ നാളെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യ വിഷയമായി വരുന്ന അതിൽ ഒന്ന് ഇത് തന്നെയാണ്. തീർച്ചയായും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇപ്പോൾ ഉരുണ്ടുകൂടി കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ കേജ്രിവാളിന് കുറച്ച് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നു. കാരണം പല തലങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കവചകുണ്ഡലങ്ങൾ അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഈ നമ്മുടെ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാണ് എങ്കിൽ, ആപ്പിൻ്റെ കോർ കോമ്പറ്റൻസി അഴിമതി വിരുദ്ധതയാണെങ്കിൽ ആ ഒരു സംശയം, അഴിമതിക്കാരനാണോ കേജ്രിവാൾ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്നതിൽ BJPയുടെ തന്ത്രജ്ഞന്മാർ വിജയിച്ചു. അതുമാത്രമല്ല, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ഒരു സംശയം ജനിപ്പിക്കാൻ പര്യാപ്തമാകുമെങ്കിൽ ഇപ്പം ഡിഫൻസിലാവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഓൾവേസ് വാണ്ട്സ് ടു ഗോ ഓൺ ദി ഒഫൻസീവ്. അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഒരു വളരെ അൺകൺവെൻഷണൽ പൊളിറ്റീഷ്യനാണ് അരവിന്ദ് കെജ്രിവാൾ. വളരെ മറ്റു പാർട്ടികളുമായി യാതൊരു സാമ്യമില്ലാത്ത ഒരു പ്രത്യേക തരം ഐഡിയോളജി ഉള്ളൊരു പാർട്ടിയുമാണ് ആം ആദ്മി പാർട്ടി. കാരണം ആ ജീൻ തന്നെ വേറെയാണ്. കാരണം ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൽ നിന്നും ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു ചുവടുമാറ്റം. അതുകൊണ്ടൊരു വ്യത്യസ്തതയുള്ള പാർട്ടി എന്ന നിലയിലാണ് വിദ്യാസമ്പന്നരായ ആളുകളും സാധാരണക്കാരായ ആളുകളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ആം ആദ്മി പാർട്ടിയെ കണ്ടത്. പക്ഷെ മറ്റു പാർട്ടികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയുള്ള തന്ത്രങ്ങളും അതുപോലെയുള്ള ധനാഗമ മാർഗങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ ആപ്പ് എന്ന ഒരു സംശയം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പുതുമ അവിടെ നഷ്ടപ്പെടുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു നോവൽറ്റി, പുതുമ നഷ്ടപ്പെടുകയാണ്. ആ പുതുമ ഒരുപക്ഷെ ഈ 49 സീറ്റുകൾ, നാളെ തെരഞ്ഞെടുപ്പിന് പോകുന്ന 49 സീറ്റുകൾ, പിന്നീടുള്ള 2 ഘട്ടങ്ങൾ, 5, 6 അല്ല 6, 7 ഘട്ടങ്ങൾ, ഇവിടെയെല്ലാം പ്രത്യേകിച്ച് ആപ്പിന് സ്വാധീനമുള്ള മേഖലയാണ്. ഡൽഹിയിലെ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു എന്നത് 25-ാം തീയതി അറിയാം. അവിടെ ഭാരതീയ ജനതാ പാർട്ടി 50%-ലധികം വോട്ടാണ് നേടിയത്. 56% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അപ്പോൾ കോൺഗ്രസും ആപ്പും കൂടെ ചേർന്ന് നിന്നാലും കഴിഞ്ഞ പ്രാവശ്യം BJP നേടിയ ആ ഒരു മേൽക്കൈ മറികടക്കാൻ ആവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ അനുകൂലമായൊരു തരംഗമുണ്ടായെങ്കിൽ മാത്രമേ ഡൽഹിയിൽ മാറ്റമുണ്ടാക്കാൻ ആപ്പും കോൺഗ്രസും ചേർന്ന സഖ്യത്തിന് സാധിക്കൂ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് തീർച്ചയായും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. അവിടെ ഇന്ത്യ മുന്നണി ഏതാണ്ട് എല്ലാ സീറ്റുകളും തൂത്തുവാരും എന്നത് ഉറപ്പാണ്. ഹരിയാനയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വിഷയം. അവിടെ ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടിക്ക്,
കുരുക്ഷേത്ര എന്ന സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. 9 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ആപ്പ് ഹരിയാനയിലേക്ക് വലിയ തോതിൽ അരച്ചു കയറുകയാണ്. അവിടെ ഒരുപക്ഷെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, കർഷക പ്രക്ഷോഭം, ജാട്ടുകളുടെ അസംതൃപ്തി, ഇതെല്ലാം തന്നെ കാരണമാവുകയും അതോടൊപ്പം ഈ വിഷയം അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ ഹരിയാനയിൽ 50-50 എന്ന നിലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായും അതാണ്. നന്ദി ശ്രീ വി ആർ അനൂപ്, ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, നാദാമണി, ഒപ്പം ശ്രീ എസ് സുരേഷ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടാകുന്ന വിവാദം അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ പുതിയ ഘട്ടങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ PD പോളിൽ വിഭവ് കുമാറിന്റെ അറസ്റ്റ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയമായി പ്രതിരോധത്തിലോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതെ എന്ന് 62% ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 35% ആളുകളും അഭിപ്രായപ്പെട്ടു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.